മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. മെത്രാഭിഷേക ശുശ്രൂഷ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിന്റെ നിയുക്ത സഹായമെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ട മോൺസിനോർ ഡോക്ടർ ജോൺ കൊച്ചിയിൽ റമ്പാന്റെയും യൂറോപ്പിന്റെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട മോൺസിനോർ ഡോക്ടർ കുര്യാക്കോസ് തടത്തിൽ റമ്പാന്റെയും മെത്രാഭിഷേക ശുശ്രൂഷ നവംബർ 22 രാവിലെ 8 മണിക്ക് തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിയൽ കത്തീഡ്രലിൽ വെച്ച് നടത്തപ്പെടുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ ബോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ശുശ്രൂഷകൾ മലങ്കര കാത്തലിക് TV യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും തത്സമയ സംപ്രേഷണം ഉണ്ടായിരിക്കുന്നതാണ്. ജനറൽ ബോഡി നടത്തപ്പെട്ടു. തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിന്റെ ആരാധനാക്രമ വർഷ ജനറൽ ബോഡി 2025 നവംബർ 13 വേറ്റിനാട് മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ബോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വികാരി ജനറൽ, ജില്ലാ വികാരിമാർ, ജില്ലാ കോർഡിനേറ്റർമാരായ വൈദികർ, സന്യസ്തർ, അൽമായ പ്രതിനിധികൾ, ഭക്തസംഘടനകളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഫാദർ ഡാനിയൽ പൂവണത്തിൽ ഓറിയന്റേഷൻ ക്ലാസ് നൽകി. 2025 സെപ്റ്റംബർ 20 ആരംഭിച്ച് 2026 സെപ്റ്റംബർ 19 വരെ നീണ്ടുനിൽക്കുന്ന ആരാധനാക്രമ വർഷത്തിന്റെ ജില്ലാ തലത്തിലും ഇടവക തലത്തിലുമുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള അന്തിമ രൂപരേഖ യോഗത്തിൽ ചർച്ച ചെയ്തു. കൂരിയാമെത്രാൻ അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ സന്നിഹിതനായിരുന്നു. ക്രമീകരണങ്ങൾക്ക് മേജർ അതിഭദ്രാസനത്തിന്റെ ആരാധനാക്രമ വർഷ ജനറൽ കോർഡിനേറ്റർ ഫാദർ രഞ്ജി മണിപ്പറമ്പിൽ നേതൃത്വം നൽകി. തിരുവല്ലാധിഭദ്രാസനത്തിന്റെ ആരാധനാക്രമ വർഷ ജനറൽ ബോഡി മീറ്റിംഗ് നവംബർ 8 തിരുവല്ലാധിഭദ്രാസനത്തിന്റെ സാമൂഹ്യ സേവന വിഭാഗമായ ബോധനയിൽ വെച്ച് നടത്തപ്പെട്ടു. അതിഭദ്രാസനാധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ കോർലോസ് മെത്രാപ്പൊലിത്തൻ ആർച്ച് ബിഷപ്പ് മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തു. തിരുവല്ലാധിഭദ്രാസനത്തിന്റെ മുഖ്യ വികാരി ജനറൽ ഫാദർ ഡോക്ടർ ഐസക് പറപ്പള്ളിൽ ക്ലാസുകൾക്കും ചർച്ചകൾക്കും നേതൃത്വം നൽകി. ക്രമീകരണങ്ങൾക്ക് ബോധന ഡയറക്ടർ ഫാദർ ബിനീഷ് കാഞ്ഞിരിത്തിങ്കൽ, ആരാധനാക്രമ വർഷ അതിഭദ്രാസന കോർഡിനേറ്റർ ഫാദർ ചെറിയാൻ കുരിശുമൂട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ബൈബിൾ കൺവെൻഷൻ നടത്തപ്പെട്ടു. പാറശാല ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ 9ാമത് ബൈബിൾ കൺവെൻഷൻ നവംബർ 7 മുതൽ 9 വരെ പാറശാല കോട്ടവിള സെന്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് നടത്തപ്പെട്ടു. പാറശാല ഭദ്രാസനാധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ യൗസേബിയോസ് മെത്രാപ്പൊലിത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജിൻസ് ചിങ്കല്ലേൽ HGN വചനപ്രഘോഷണത്തിന് നേതൃത്വം നൽകി. ക്രമീകരണങ്ങൾക്ക് പാറശാല ഭദ്രാസന വികാരി ജനറൽ ഫാദർ സെലിൻ ജോസ് കോണത്തുവിള, കത്തീഡ്രൽ വികാരി ഫാദർ തോമസ് ഇട്ടിക്കാലായിൽ, ഭദ്രാസന പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ശ്രീ വേലപ്പൻ എന്നിവർ നേതൃത്വം നൽകി. സൺഡേ സ്കൂൾ കലോത്സവം നടത്തപ്പെട്ടു. തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിന്റെ വിശ്വാസ പരിശീലന കാര്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൺഡേ സ്കൂൾ കലോത്സവം നവംബർ 8 അഞ്ചൽ സെന്റ് ജോൺ സ്കൂളിൽ നടത്തപ്പെട്ടു. MCYM മേജർ അതിഭദ്രാസന ഡയറക്ടർ ഫാദർ ജോഷുവ കൊച്ചുവിളയിൽ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്ക് മേജർ അതിഭദ്രാസന മുഖ്യ വികാരി ജനറൽ ഫാദർ ഡോക്ടർ വർക്കി ആറ്റുപുറത്ത് കോറെപ്പിസ്കോപ്പ, വികാരി ജനറൽ ഫാദർ തോമസ് കയ്യാലക്കൽ എന്നിവർ സമ്മാനദാനം ചെയ്തു. മേജർ അതിഭദ്രാസനത്തിന്റെ വിവിധ ഇടവകളിൽ നിന്നും കുട്ടികളും യുവജനങ്ങളും കലോത്സവത്തിൽ പങ്കെടുത്തു. യുവോത്സവം നടത്തപ്പെട്ടു. MCYM പത്തനംതിട്ട ഭദ്രാസന കലോത്സവം യുവോത്സവം എന്ന പേരിൽ നവംബർ 8 മൈലപ്ര മൗണ്ട് ബദനി സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു. ഭദ്രാസന ആനിമേറ്റർ സിസ്റ്റർ ജോവാൻ SIC MCYM പതാക ഉയർത്തി കലോത്സവത്തിന് തുടക്കം കുറിച്ചു. ഭദ്രാസന പ്രസിഡന്റ് ശ്രീ ബിബിൻ എബ്രഹാം അധ്യക്ഷത വഹിച്ച സമ്മേളനം ഭദ്രാസന വികാരി ജനറൽ ഫാദർ വർഗീസ് മാത്യു കാലായിൽ വടക്കേതിൽ ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസന ഡയറക്ടർ ഫാദർ ജോബ് പതാലിൽ, ജനറൽ സെക്രട്ടറി ശ്രീ സുബിൻ തോമസ്, ഫാദർ ജോൺ ഫെലിക്സ് OIC എന്നിവർ പ്രസംഗിച്ചു. തദവസരത്തിൽ പത്തനംതിട്ട ഭദ്രാസനം നിലവിൽ വന്നത് മുതൽ ഇതുവരെയുള്ള MCYM പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങൾ ചേർത്ത് കലോത്സവ വേദിയിൽ ചരിത്ര ഫോട്ടോ ഗാലറി പ്രദർശനം നടത്തപ്പെട്ടു. പ്രദർശനം ഭദ്രാസനത്തിന്റെ പ്രഥമ MCYM ഡയറക്ടർ ഫാദർ വർഗീസ് വിളയിൽ ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം പത്തനംതിട്ട ഭദ്രാസനാധ്യക്ഷൻ അഭിവന്യ സാമുവൽ മാർ ഐറീനസ് മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു. കലോത്സവത്തിൽ കോന്നി വൈദിക ജില്ല 1ാം സ്ഥാനവും പന്തളം വൈദിക ജില്ല 2ാം സ്ഥാനവും പത്തനംതിട്ട വൈദിക ജില്ല 3ാം സ്ഥാനവും കരസ്ഥമാക്കി. 5 വൈദിക ജില്ലകളിൽ നിന്നായി 300ഓളം യുവജനങ്ങൾ പങ്കെടുത്തു. ക്രമീകരണങ്ങൾക്ക് MCYM ഭദ്രാസന സമിതി നേതൃത്വം നൽകി. നിര്യാതയായി. ബദനി മിശിഹാനുകരണ സന്യാസിനി സമൂഹം പത്തനംതിട്ട പ്രൊവിൻസിലെ സിസ്റ്റർ ആഞ്ചലീന SIC നവംബർ 11 നിര്യാതയായി.
76 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷ പത്തനംതിട്ട ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ സാമുവൽ മാർ ഐറേനിയസ് മെത്രാപ്പൊലീത്തായുടെയും അഭിവന്യ ജോഷോ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പൊലീത്തായുടെയും കാർമ്മികത്വത്തിൽ പത്തനംതിട്ട ബദനി മടംവക സെമിത്തേരിയിൽ വെച്ച് നടത്തപ്പെട്ടു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.